അറ്റ്ലസ് ശുഭരാത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന അതിഥി വീട്ടമ്മമാർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വേറെ ആരുമല്ല, ക്രാഫ്റ്റ് ഡിസൈനർ റീന മാർട്ടിൻ. സ്വാഗതം ശുഭരാത്രിയിലേക്ക്. കൂടുതലും ഇപ്പോൾ സ്ത്രീകളാണെന്ന് തോന്നുന്നു അല്ലെ ക്രാഫ്റ്റ് ഡിസൈനിങ് പഠിക്കണം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതിൽ ഒട്ടും തെറ്റില്ല, വീട്ടമ്മമാരാണ് കൂടുതൽ ഈ ഒരു ക്രാഫ്റ്റ് ഡിസൈനിങ്ങിന് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പൊ അതിന് ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ഈ ക്രാഫ്റ്റ് ഡിസൈനിങ് എന്നൊന്ന് പ്രേക്ഷകർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ക്രാഫ്റ്റ് ഡിസൈനിങ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഡ്രോയിങ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ ഡ്രോയിങ് കുറച്ച്, പിന്നെ പെയിന്റിങ് കൂടുതലും. അതാണ് പെയിന്റിങ് മുഴുവൻ ക്രാഫ്റ്റ് ബേസ്ഡ് ആയിരിക്കും. ഇത് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യും ക്രിയേറ്റീവായിട്ട്. ഇപ്പം ഒത്തിരി ക്ലേ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് അതിനെ പെയിന്റ് ചെയ്യുന്നു. അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ട് അതിനെ പെയിന്റ് ചെയ്യുന്നതാണ്. അപ്പൊ ക്രാഫ്റ്റ്, അത് പെയിന്റിങ്ങും കൂടിയുള്ളതാണ് ക്രാഫ്റ്റ് ഡിസൈനിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ വരുമ്പോ മ്യൂറൽ ഡിസൈനിങ്, തഞ്ചാവൂർ പെയിന്റിങ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ക്രാഫ്റ്റ് ആയിട്ട് മാത്രം വരുന്നത് ഇപ്പൊ ജ്വല്ലറി മേക്കിംഗ് വരുമ്പോ നമുക്കത് ക്രാഫ്റ്റാണ്. അതിനകത്ത് പെയിന്റിങ്സ് ഒന്നും വരുന്നില്ല. ഇപ്പൊ ജ്വല്ലറിയുടെ ആണെങ്കിൽ തന്നെ ജ്വല്ലറിയുടെ ഇപ്പൊ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ ആദ്യം ഇപ്പൊ ഞാൻ ഏകദേശം ഒരു 12 വർഷമായിട്ട് ജ്വല്ലറി ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 12 വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് കൂടുതലും അന്ന് ആർട്ടിഫിഷ്യൽ നമുക്ക് ഒത്തിരി സാധനങ്ങൾ, കുന്തൻ, ഗുങ്കുരു, അങ്ങനെ ഒത്തിരി മെറ്റീരിയൽസ് നമുക്ക് ഇപ്പോഴും അത് തന്നെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒത്തിരി വർക്കുകൾ ചെയ്യുന്നുണ്ട്. മണികൾ, ക്രിസ്റ്റൽസ്, ഗ്ലാസ് ബീഡ്സ്, ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. ജ്വല്ലറി ഡിസൈനിങ് വരുമ്പോൾ ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം വെച്ച് നമ്മൾ കുറേ വർഷമായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പറ്റി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ഇപ്പം ടെറാക്കോട്ട ജ്വല്ലറി, അത് കളിമണ്ണ് തന്നെ. നമ്മൾ ഇപ്പം പോട്ടൊക്കെ ചെയ്യുന്ന ആ കളിമണ്ണ് തന്നെ വെച്ചിട്ട് നമ്മൾ ജ്വല്ലറി ഡിസൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ പേപ്പർ ജ്വല്ലറി, അതൊക്കെ ഇപ്പൊ വളരെ ഡിമാൻഡ് ആയിട്ടുള്ള സമയമാണ് ഇപ്പൊ. നമ്മള് അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റണ്ടായിരുന്നില്ല. പേപ്പർ ജ്വല്ലറി അല്ലെങ്കിൽ ഇപ്പൊ ഈ കളിമണ്ണ് വെച്ചിട്ട് പാത്രങ്ങള്, ചട്ടി, അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചുമ്മാ കണ്ടിട്ടുണ്ട് നോക്കി നിൽക്കും. പക്ഷെ ഇപ്പൊ നമുക്കത് കൈകൊണ്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ ഒത്തിരി ലേഡീസ് ഇപ്പൊ അത് ഈ ടെറാക്കോട്ട ജ്വല്ലറി ഉണ്ടാക്കാനൊക്കെ ഒത്തിരി ഇഷ്ടം കാണിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അത് ഭയങ്കര ഭംഗിയാണ്. നമുക്ക് നല്ല രസമായിട്ട് ഇപ്പൊ ഒത്തിരി മാർക്കറ്റിലും കിട്ടുന്നുണ്ട്. അത് സെയിൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി ഇപ്പൊ എന്റെ സ്റ്റുഡൻസ് തന്നെ ചെയ്തത് സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് അതൊക്കെ ക്രാഫ്റ്റിൽ തന്നെ വരുന്നതാണ്. വെച്ചാൽ അതിൽ നമുക്ക് പെയിന്റിങ്, ഇപ്പൊ ടെറാക്കോട്ട ജ്വല്ലറി ഒക്കെ നമ്മൾ കുറച്ച് പെയിന്റ് ഒക്കെ അതിൽ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ബ്ലാക്ക് ആയിട്ട് തന്നെ വെക്കണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ടെറാക്കോട്ട കളർ സെയിം അത് തന്നെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ അതൊക്കെ വീട്ടമ്മമാര് എല്ലാത്തിലും ഇപ്പൊ ഇറങ്ങി ചെയ്യുന്നുണ്ട്. അതെല്ലാം വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ. അപ്പൊ ഈ കളിമണ്ണ് കൊണ്ടുള്ള അത് എനിക്കൊരു ഭയങ്കര അനുഭവമായിരുന്നു. അത് എനിക്ക് തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇതൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ നോക്കി, നമുക്ക് വലിയ ഇഷ്ടമല്ലേ അതൊക്കെ നോക്കി കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളത് കൈകൊണ്ട് ചെയ്ത് നമ്മൾ തന്നെ ബേക്ക് ചെയ്ത് എടുക്കുക. അപ്പൊ അപ്പൊ നമുക്ക് നല്ല സന്തോഷമുള്ള ഒരു കാര്യമാണത്. നമുക്ക് ആ ഷേപ്പിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇയറിങ്സ് അല്ലെങ്കിൽ പെൻഡന്റ് ഒക്കെ ആയിട്ട് ഇടാം. അപ്പൊ അത് നല്ലൊരു കാര്യമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജ്വല്ലറിയിൽ വന്നിരിക്കുന്നതാണ്. പക്ഷെ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി അത് ഒത്തിരി ഉണ്ടാക്കുന്നുണ്ട്. നമ്മള് ക്ലേ കൊണ്ടുള്ള ഒരു അതിപ്പോ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാം. അതായത് കയ്യിൽ വെച്ചിട്ട് ചെയ്യാൻ കുറച്ച് കഴിവുള്ളവരാണെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ അതിനെ പതുക്കെ ഷേപ്പ് ചെയ്ത് അങ്ങനെ ആക്കി എടുക്കും. അതല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് മോൾഡ് ഉണ്ട്, കട്ടർ ഉണ്ട്. ഇപ്പൊ എന്ത് വേണമെങ്കിലും വെച്ച് നമ്മളത് കുഴച്ചിട്ട് കട്ടർ വെച്ച് ഡിസൈൻ കട്ടർ വെച്ചിട്ട് അതിനെ കട്ട് ചെയ്ത് അതിൽ നമുക്ക് എന്തെങ്കിലും നീഡില്, ടൂത്ത് പിക്ക്, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്ത് അതിനെ ഡിസൈൻ ആക്കാം. അത് ഓരോരുത്തരുടെ കഴിവനുസരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ കുന്തൻ ആ വർക്കുകളെക്കാളൊക്കെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ ഈ ക്ലേ വർക്ക്? ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ, പക്ഷെ നമുക്ക് അതിന്റെ ടെക്നിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈസിയാന്ന് തോന്നുന്നു. നല്ല മൂവിങ്, ഇപ്പൊ നല്ല മൂവിങ് ഉള്ള സമയമാണത്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഇപ്പൊ പേപ്പർ ജ്വല്ലറി വന്നിരിക്കുന്നേ. പേപ്പർ ജ്വല്ലറി അത് ഈസിയാണ്, അത് വലിയ കുഴപ്പമില്ല. ഈ നമുക്ക് പെട്ടെന്ന് സാധാരണ പേപ്പർ, ഏത് പേപ്പറാണ്, ഹാൻഡ് മെയ്ഡ് ഷീറ്റ് കൂടുതൽ യൂസ് ചെയ്യണേ. സാധാരണ വൈറ്റ് പേപ്പറിൽ വരെ ചെയ്യാം, നല്ല ഭംഗിയായിട്ട് ചെയ്യാം. ആ വൈറ്റ് പേപ്പറിന്റെ ബീഡ്സ് ഒന്നും കണ്ടു കഴിഞ്ഞാൽ നമ്മളത് പേപ്പർ ബീഡ്സ് ആണെന്നൊന്നും ഒരിക്കലും പറയില്ല. നല്ല രസം. ഇയറിങ്സും എല്ലാം ഉണ്ടാക്കാം, ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം, ചെയിൻ ഉണ്ടാക്കാം. ഇപ്പൊ 12 വർഷത്തോളായല്ലേ ഇപ്പൊ ഈ ഫീൽഡിൽ നിൽക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഇത് എനിക്ക് ടേസ്റ്റ് ഇന്നതിലാണ് എന്ന് തോന്നി തുടങ്ങിയതൊക്കെ എന്നാണ്? അത് നമ്മള്
ടേസ്റ്റ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ കോളേജിൽ പഠിക്കുമ്പോഴേ ഞാൻ ഫ്ലവർ അറേഞ്ച്മെന്റ്, ബൊക്കെ മേക്കിംഗ് അതിലൊക്കെ പരീക്ഷ നടത്തിയിട്ടുണ്ട്. പഠിച്ചിട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം. പിന്നെ നമുക്ക് അന്നും അത്രയും ഒന്നും സ്ഥലങ്ങളൊന്നും ഇല്ല ഇങ്ങനെ പെയിന്റിങ് പഠിക്കാനോ. പെയിന്റുകളാണെങ്കിൽ പോലും അത്ര ഒന്നും അന്നൊന്നും ഇല്ല. ഇപ്പോഴാണ് ഒത്തിരി പെയിന്റുകൾ ഇങ്ങനെ അക്രിലിക്, ഓയിൽ, ഗ്ലാസ് പെയിന്റ് ഒക്കെ തന്നെ എനിക്കൊന്നും ഇറങ്ങിയിട്ട് ഒരു 10 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അതിന് ഗ്ലാസ് പെയിന്റ് പോലും നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ഗ്ലാസ് പെയിന്റ് ഇറങ്ങി ആ സമയത്ത് നമ്മളത് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ നമുക്ക് ആ ഒരു പെയിന്റിങ് ഇങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ക്ലാസ്സിലൊക്കെ പോകാൻ തുടങ്ങി പിന്നെ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പൊ ഒന്നും ചെയ്യാനില്ല. നമ്മള് ജോലിക്ക് പോകാത്തതുകൊണ്ട് അങ്ങനെ വീട്ടിലെ ജോലിയാണെങ്കിൽ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് കഴിയും. പണ്ടത്തെ പോലെ കുറെ വർക്കൊന്നും ഇല്ല. രാവിലെ ജോലി, പിന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോൾ നമ്മള് വെറുതെ ഇരിക്കണം. അപ്പൊ അങ്ങനെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ആക്ച്വലി ഞാൻ ചാനലുകളിൽ ചെയ്യാൻ തുടങ്ങി. ക്രാഫ്റ്റ് ഒത്തിരി ചെയ്തിട്ടുണ്ട്, ഷോസ് ഒത്തിരി. അങ്ങനെ ചെയ്ത് കണ്ടിട്ടാണ് ഓരോരുത്തർ ചോദിച്ചു വന്നത് പഠിപ്പിച്ചു കൊടുക്കുമെന്ന്. അപ്പൊ അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോ നമുക്കത് നല്ല ടൈം പാസ് ആയിട്ട് തോന്നിയത്. കാരണം രാവിലെ ഇപ്പൊ സ്റ്റുഡൻസ് വരും, ഒരു 10 മണി തൊട്ട് 2 മണി വരെ ഞാൻ അവർക്ക് വേണ്ടി മാറ്റി വെക്കും. അപ്പൊ നമുക്കും ടൈം പാസ് ആയിരുന്നു, ഈ വരുന്നവർക്കും അത് ഒരു റിലാക്സ് ചെയ്യാനുള്ളൊരു സ്ഥലമായിരുന്നു. കാരണം പല പ്രശ്നങ്ങളും ഉള്ളവരും ഉണ്ടാവും, ഇല്ലെങ്കിലും വെറുതെ വീട്ടിലിരുന്ന് TV കണ്ട അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ലാണ്ട് അങ്ങനെ വരുമ്പോ അവർക്കും ചിലര് ഹോബി ആയിട്ട് തന്നെ അത് എടുക്കും, ചിലരത് ബിസിനസ് ആയിട്ട് എടുക്കും. ഒത്തിരി പേര് അങ്ങനെ ബിസിനസ് ആയിട്ട് നമ്മളിതൊന്ന് പഠിച്ച് പെയിന്റിങ്സ് ചെയ്തിട്ട് അവരത് സെയിലൊക്കെ ഒത്തിരി ഉണ്ട്. അങ്ങനെ ഇപ്പൊ പോട്ടിലൊക്കെ കുറെ വർക്കുകൾ വരുന്നുണ്ട്, ഡെക്യുപേഷ, പിന്നെ പോട്ട് പെയിന്റിങ് ഒത്തിരി. അപ്പൊ അതൊക്കെ ഒത്തിരി സെയിലുള്ളതാണ് പോട്ട് പെയിന്റിങ്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട്. ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ. സെയിലിന് എനിക്ക് പൊതുവെ താല്പര്യമില്ല. കാരണം രണ്ടും കൂടി എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ മാറിപ്പോവും. കാരണം ഇപ്പൊ ബിസിനസ് എന്ന് പറയുമ്പോൾ അത് വേറൊരു മൈൻഡാണ്. നമ്മളിപ്പോ ടീച്ചിങ്ങും ബിസിനസ് എന്ന് പറയുമ്പോൾ അത് എനിക്ക് തോന്നിയത് രണ്ടും കൂടി നമുക്ക് നല്ലതല്ല. എങ്ങനെയുള്ള ഇപ്പൊ ജ്വല്ലറി ടൈപ്പ് ആണ് കൂടുതൽ ടീച്ചിങ് സെക്ഷനിൽ വരുന്നതെന്ന് പറഞ്ഞു. കൂടുതലും അത് തന്നെയാണോ? കൂടുതലും അത് തന്നെ. പോട്ട് പെയിന്റിങ്ങിന്റെ എല്ലാത്തിലും ഉണ്ട് നന്നായിട്ട്. ടീച്ചിങ് എല്ലാത്തിലും കുറച്ച് ചില സമയത്ത് കുറച്ച് ട്രെൻഡ് വരുന്ന സമയത്ത് ആ ഒരു ഇതിലേക്ക് മാറും. ഇപ്പൊ മ്യൂറൽ പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത് തന്നെ ഒരു കൂടെ ജ്വല്ലറി നമുക്ക് ഒരിക്കലും അത് ജ്വല്ലറി ഒരു പുറകിലേക്ക് പോയിട്ടില്ല. എപ്പോഴും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ജ്വല്ലറി മേക്കിംഗ് തന്നെയാണ്. ഇത്രയും വർഷമായിട്ട് എന്റെ ഒരു ഇതില് ജ്വല്ലറി മേക്കിംഗ് ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇപ്പോഴും. പക്ഷെ ഒപ്പം പോകുന്നത് ആ ഒരു ട്രെൻഡ് അനുസരിച്ചുള്ള ഇപ്പൊ തഞ്ചാവൂർ പെയിന്റിങ്ങിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ടിങ് ഒക്കെ തഞ്ചാവൂർ പെയിന്റിങ് ഭയങ്കര ഡിമാൻഡായിരുന്നു. പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞപ്പോ മ്യൂറൽ പെയിന്റിങ്, മ്യൂറൽ ബോഡിയിൽ ചെയ്യണത്, പിന്നെ സാരിയിലൊക്കെ ഇപ്പൊ മ്യൂറൽ പെയിന്റിംഗ് ഇപ്പൊ ഒരുപാട് ഭയങ്കര വലിയൊരു ട്രെൻഡ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ട്രെൻഡായിട്ട് ഇപ്പൊ 1 വർഷം 2 വർഷമൊക്കെ ആയി. ആയിട്ടുണ്ടാവും. ഇപ്പോഴും പോയിട്ടില്ല ആ ട്രെൻഡ്, ഇപ്പോഴും പോയിട്ടില്ല. അതുകൊണ്ടാണ് കൂടുതലും കേരള സാരീസിലൊക്കെ ചുരിദാറിലുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് കളർ ഡ്രസ്സിലും ചെയ്തു വന്നു. കളർ ഡ്രസ്സിലും ചെയ്യും. ഇപ്പൊ കുർത്തയിലൊക്കെ ചെയ്താലും നല്ല രസമാണ്. കളർ ഡ്രസ്സിൽ ഒത്തിരി ചെയ്യുന്നുണ്ട് മ്യൂറല്. നമുക്കിപ്പോ ബ്ലാക്ക് സാരിയിലും ചെയ്യാം. അതെ, ബ്ലാക്കിൽ ചെയ്താൽ നല്ല ഭംഗിയാണ്. കഥകളിയൊക്കെ നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. അപ്പൊ അതുകൊണ്ട് അതിനങ്ങനെ കളറ് കേരള സാരി വേണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഏത് മെറ്റീരിയലും എന്ത് കയ്യിൽ കിട്ടിയാലും ചെയ്യാം. ആദ്യം വന്നത് പക്ഷേ കേരള സാരി പോലെയുള്ള സ്റ്റാർട്ട് ചെയ്തത്. അത് പഠിപ്പിക്കുന്നുണ്ടല്ലേ? പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന് ശരിക്കും എന്താണ് ശരിക്കും ഒരു ക്വാളിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ശരിക്കും? ഇതിന് ഒരു ക്വാളിഫിക്കേഷൻ അങ്ങനെയൊന്നും ഡ്രോയിങ് ഇല്ല. ഞാൻ ഡ്രോയിങ് വേണമെന്ന് അങ്ങനെ ഒരു നിർബന്ധം എനിക്കില്ല. ആക്ച്വലി നമുക്കെല്ലാം ട്രേസ് എടുത്ത് ചെയ്യാം. എന്നുവെച്ചാൽ ഒത്തിരി പേര് വന്ന് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് ഡ്രോയിങ് അറിയില്ല, അപ്പൊ നമ്മൾ എങ്ങനെ പഠിക്കാൻ പറ്റുമെന്ന് ഒത്തിരി പേര്. അങ്ങനെയാണ് ഭൂരിഭാഗം ആൾക്കാരും വരുന്നത്. കാരണം ഡ്രോയിങ് എന്ന് പറയുന്നത് അതൊരു എന്താ പറയണേ, ബോൺ ടാലന്റ് ആണ്. പിന്നെ നമ്മൾക്ക് ഒരിക്കലും പഠിച്ചെടുക്കാം, പക്ഷെ അത് കുറച്ച് കഴിവുള്ളവർക്കാണ് ഡ്രോയിങ് പഠിച്ച് അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആണ്. അത് സമ്മതിക്കാൻ നിർത്തില്ല. ഡ്രോയിങ്ങും ആക്ച്വലി ഓയിൽ പെയിന്റിങ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് വേറൊരു ഇതിലാണ് കേട്ടോ. നമ്മളുടെ ഒരു ഈ ഹോബി ക്ലാസ് അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഇതെന്ന് പറയുമ്പോൾ ആർട്ടിസ്റ്റുമാരുടെ കഴിവല്ല, ഇത് വേറൊരു കഴിവാണ്. ആർട്ടിസ്റ്റ് അവർക്ക് ബോൺ ടാലന്റ് ആണ്. അവരിപ്പോ നമ്മളിരുത്തി ഒരു വരയ്ക്കും, എല്ലാം ചെയ്യും, പെയിന്റ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് ട്രേസ് എടുക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ട്രേസ് എടുത്താല് നന്നായിട്ട് പെയിന്റ് ചെയ്യാം. പെയിന്റിങ് ശരിക്കും നമുക്ക് ഒന്ന് പഠിപ്പിച്ച് ഫസ്റ്റ് ടൈം ചിലപ്പോൾ അത്രയും ഫിനിഷിങ് ഇല്ലെങ്കിലും
എനിക്ക് തോന്നുന്നു 1 മാസം കൊണ്ടൊക്കെ നല്ല രസമായിട്ട് പെയിന്റിങ് ചെയ്യണവരുണ്ട്. ഫസ്റ്റ് ടൈം ഇവിടെ ഒന്ന് ആദ്യമായിട്ട് ബ്രഷ് എടുക്കണവരുണ്ട്. ബ്രഷ് ഞങ്ങൾ ഇതുവരെ ബ്രഷ് എടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, വരയ്ക്കാൻ അറിയില്ല, എന്തൊക്കെയാ പറഞ്ഞ ഓരോരുത്തർ. ചില ആന്റിമാരൊക്കെ വരും, റിട്ടയർ ആയവരൊക്കെ വരുമ്പോഴേ അവർ പറയും ഞങ്ങൾ ഇത്രയും നാളും ജോലിക്ക് വരുന്നു, ബാങ്കിലായിരുന്നു, ടീച്ചറായിരുന്നു, പക്ഷെ ഒരു കുഴപ്പമില്ല. നമ്മൾക്ക് കുറച്ചൊരു ക്ഷമയൊക്കെ വേണം കേട്ടോ, കാരണം ആദ്യത്തെ ഒക്കെ ചെയ്യുമ്പോ കുറച്ച് അത് ഇത്, പക്ഷെ ഒരു കുഴപ്പമില്ല. അതൊക്കെ പിന്നെ അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. 1 മാസം കഴിയുമ്പോ നല്ല ഒരുവിധം വൃത്തിയായിട്ട് അവർക്ക് പെയിന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആ വരയ്ക്കണം എന്നുള്ളൊരു ഇത് വലിയ വിഷയമാവണില്ല അവിടെ. അപ്പൊ ഇന്ന ഒരു ക്വാളിഫിക്കേഷൻ അതിന് അടിസ്ഥാനപരമായിട്ട് വേണം അങ്ങനെയൊന്നുമില്ല, നിർബന്ധമില്ല. ഇൻട്രസ്റ്റ് ആണ് വേണ്ടത്. ഇൻട്രസ്റ്റും ആ ഒരു ക്ഷമ എല്ലാം അങ്ങനെയുള്ളൊരു ഇതിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പ്രായവും ഇതിനൊരു ഇതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, കാരണം 70 വയസ്സായവർ വരെ സുഖമായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ജ്വല്ലറി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് നമ്മളോർക്കും അയ്യോ കണ്ണ് പ്രശ്നം, അത് ഇത് കൈ ഒന്നും ഒരു പ്രശ്നമല്ല, പക്ഷെ അവര് ട്രൈ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചെയ്യാൻ പറ്റണുണ്ട്. അത് മനസ്സാണ് അവരുടെ, നമുക്കത് പഠിക്കണം, അത് ചെയ്യണം. ഇപ്പൊ ഇതിപ്പോ ക്വാളിഫിക്കേഷന്റെ കാര്യം പറഞ്ഞപ്പോ ഇൻട്രസ്റ്റ് ആണ് കൂടുതലെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് ഇപ്പൊ വന്നിട്ട് ചെയ്യണം, ഇപ്പൊ എനിക്ക് ഇതില് ഉൾപ്പെടണം എന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ മാറ്റി നിർത്തിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീരെ ചെയ്യാൻ പറ്റാത്തവരും പക്ഷെ നമുക്ക് ഒന്നും അയ്യോ ഇനി പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവർക്ക് അത് വിഷമാവൂലേ. അല്ല, അപ്പൊ നമ്മള് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും. പിന്നെ പറ്റില്ല എന്ന് ചിലപ്പോൾ അവർക്ക് തന്നെ തോന്നുമ്പോൾ ചിലപ്പോൾ അങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ആരെങ്കിലും, അല്ലാണ്ട് അങ്ങനെ നമ്മളായിട്ട് അങ്ങനെ വേണ്ടാന്ന് പറ്റില്ല എന്ന് അവർക്ക് നമുക്ക് തോന്നും. ചിലരിനൊന്നും ഒന്നും പറ്റില്ല എന്ന് തോന്നും, പക്ഷേ കുറെ ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുക്കും. അപ്പൊ നമ്മള് അങ്ങനെ ചെയ്യും, നമ്മൾ ഹെൽപ്പ് ചെയ്ത് അവരെ സമാധാനിപ്പിച്ചൊക്കെ നിർത്തും. കാരണം അല്ലെങ്കിൽ പിന്നെ അവർക്ക് വല്ലാണ്ട് ആഗ്രഹം കൊണ്ട് വരുന്നതാണല്ലോ, നല്ല ഇൻട്രസ്റ്റിൽ ആഗ്രഹമായിട്ട് വരുന്നവരാകുമ്പോ നമ്മൾ അങ്ങനെ കുഴപ്പമില്ല. അതാണ് ഇപ്പൊ ആദ്യമേ പറഞ്ഞല്ലേ, ഭയങ്കര ക്ഷമ വേണ്ട ഒരു ഫീൽഡാണ്. അങ്ങനെ പറ്റുള്ളൂ. നമ്മൾ ഒരു നല്ലോണം വേണം, കാരണം പല ടൈപ്പ് അല്ലേ, നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മളത് അവരുടെ ഇൻട്രസ്റ്റ് നോക്കി അവരുടെ കഴിവ്. ചിലര് ഇപ്പൊ 2 ദിവസം കൊണ്ട് ഒരു പെയിന്റ് ചെയ്യണ ചിലപ്പോ ഒരാൾ ചെയ്യും, വേറൊരാൾ വരുമ്പോഴത്തേക്കും ചിലപ്പോ അത് 2 ദിവസം 20 ദിവസം എടുക്കും. അപ്പൊ അത്രയും എന്നാലും നമുക്ക് കുഴപ്പമില്ല, കാരണം അതൊന്നും കുഴപ്പമില്ല. അവരുടെ കഴിവനുസരിച്ചല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കോഴ്സിന്റെ ഇതൊക്കെ ഇപ്പൊ ഒരു 1 ഇയർ കോഴ്സ് ഉണ്ട്, ചിലപ്പോ 6 months ആയിരിക്കും. ഇവിടെ എങ്ങനെയാണ്? എനിക്ക് ഒരു മന്ത്ലി കോഴ്സ് അല്ല, മന്ത്ലി ഓർ വീക്ക്ലി അങ്ങനത്തെ കോഴ്സുകൾ ഞാൻ എടുക്കാറില്ല. ഇപ്പൊ ഒരു ഐറ്റം ഇഷ്ടപ്പെട്ട് അതിന് ചേർന്ന് അപ്പൊ അതിന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഒരു പെയിന്റിങ്, ഇപ്പൊ ഒരു ഗ്ലാസ് പെയിന്റിങ് അങ്ങനെ പല വെറൈറ്റി, ഓരോന്നും പല ടൈപ്പ് ഉണ്ടാവും. നമ്മൾ ആ ഗ്ലാസ് പെയിന്റിങ് ഇഷ്ടമായി, അത് അവർക്കൊരു 3 days അല്ലെങ്കിൽ 4 days എത്രയാണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അടുത്തത് ചേരും. ഇഷ്ടമാണ് വേറെ ഏതെങ്കിലും, അങ്ങനെയുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരു മാസത്തെ കോഴ്സ് അങ്ങനെയൊന്നുമില്ല. പിന്നെ എല്ലാം ഇൻഡിവിജ്വൽ ക്ലാസ് ആണ്, ഗ്രൂപ്പായിട്ടൊന്നുമില്ല. ഇപ്പൊ ഇൻഡിവിജ്വൽ ക്ലാസ് ആണ്. അപ്പൊ എനിക്ക് ഒരു ദിവസം ഒരു 5 or 6 അത്രയും പേരെ ഞാൻ എടുക്കുന്നുള്ളൂ. ബുക്ക് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പൊ അത്രയും പേരെ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരാൾ ഗ്ലാസ് പെയിന്റ് ആണെങ്കിൽ ഒരാൾ ജ്വല്ലറി മേക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ആൾ സ്റ്റിച്ചിങ് ആയിരിക്കും. അപ്പൊ നമുക്ക് അവരെല്ലാരും ഒരുപോലെ നമ്മള് അപ്പൊ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത്ര എടുക്കുന്നുള്ളൂ. എവിടെയായിട്ട്? ഇപ്പൊ വീട്ടിൽ തന്നെയാണോ? ഞാൻ വീട്ടിൽ തന്നെ ക്ലാസ് എടുക്കുന്നത്. എറണാകുളത്ത് ഇപ്പൊ കലൂരാണ് വീട്, വീട്ടിൽ തന്നെ ക്ലാസ് എടുക്കുന്നത്. ഇപ്പൊ ഡെയിലി ഇങ്ങനെ 5-6 പേരായതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഈ പ്രോഗ്രാം കഴിഞ്ഞും കുറെ എൻക്വയറി വരാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ആയിട്ട് ചോദിച്ചത്. അതെ, ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് ചോദിച്ചതാണ്. ഇനിയിപ്പോ എന്തൊക്കെയാണോ ഷോപ്പൊക്കെ ഇടാനുള്ള ഒരു പ്ലാൻ ഉണ്ടോ? അതോ? ഇല്ല, ഒരിക്കലും അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഷോപ്പ് ഇടാൻ പ്ലാൻ ഇല്ല, കാരണം എനിക്ക് ഷോപ്പ് ഇടണം എന്നുണ്ടായിരുന്നെങ്കിൽ ജ്വല്ലറി മേക്കിംഗ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ബോംബെയിൽ നിന്ന് പഠിച്ചു വന്ന സമയത്ത് ഇവിടെ മെറ്റീരിയൽസ് ഇല്ലായിരുന്നു, ഒരു ഷോപ്പിലില്ല, അങ്ങനെ ആരും കേട്ടിട്ട് പോലും ഇല്ല. ഇതിന്റെ മെറ്റീരിയൽസ് പേരുകൾ പോലും ആർക്കും അറിയില്ലായിരുന്നു. അപ്പൊ ആക്ച്വലി ഷോപ്പ് ഇടണം എന്നുണ്ടായിരുന്നു എനിക്ക് ആ ടൈമിൽ ഇടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ആ ബിസിനസ്സിലേക്ക് അങ്ങനെ താല്പര്യം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഷോപ്പ് ഇട്ടാൽ മതി, ഇത്തിരി ജ്വല്ലറി മേക്കിങ്ങിന്റെ മെറ്റീരിയൽസിന്റെ മാത്രം ഷോപ്പാണെങ്കിലും ക്രാഫ്റ്റ് മെറ്റീരിയൽസ് അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിലും. പ്രത്യേകിച്ച് 12 വർഷം മുമ്പ് എന്ന് പറയുമ്പോ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ പക്ഷെ ഒരുപാട് സാധനങ്ങൾ മാർക്കറ്റിൽ ഇപ്പൊ കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടം ഇതിനോട്, ഈ ടീച്ചിങ്ങിനോട് താല്പര്യം കൂടുതലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിന് മാത്രമേ ഓർത്തിട്ടുള്ളൂ, ടീച്ചിങ് മാത്രം, അത് മാത്രമേ മനസ്സിലുള്ളൂ. ഇനിയും ഷോപ്പ് ഇടാനൊന്നും പരിപാടിയില്ല. ഇപ്പോ കേരളത്തില് ഇപ്പോഴാണ് ഈ പറഞ്ഞ പോലെ മ്യൂറൽ പെയിന്റിങ്സ്, ഗ്ലാസ് പെയിന്റിങ്സ്, ചേച്ചി പറഞ്ഞ പോട്ട്, പിന്നെ ജ്വല്ലറിയുടെ കളിമണ്ണും എല്ലാം വന്നു തുടങ്ങിയത്.
ഇപ്പോൾ ചേച്ചി തന്നെ നേരത്തെ പറഞ്ഞു 12 വർഷം മുമ്പ് ബോംബെയിൽ നിന്ന് പഠിച്ചു വന്നപ്പോൾ ഇവിടെ ഒരു സാധനങ്ങളും കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പൊ ശരിക്കും നമ്മൾ ഒരുപാട് പുറകിൽ തന്നെയായിരുന്നു. ശരിക്കും കേരളത്തിൽ തന്നെ ഇപ്പൊ കൊച്ചിയിലേക്ക് ഇപ്പോഴാണ് ശരിക്കും എല്ലാം വന്നു തുടങ്ങിയത്. അപ്പൊ അത് ശരിക്കും കുറച്ചുകൂടെ നേരത്തെ വരേണ്ടതായിരുന്നു എന്ന് ഇപ്പൊ ഈ ജ്വല്ലറി മേക്കിങ്ങിന് എനിക്ക് അങ്ങനെ നേരത്തെ വരണം എന്ന് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ശരിക്കും ഞാൻ ബോംബെ പോയി പഠിക്കുന്ന സമയം എന്ന് പറയുമ്പോഴും അവിടെ ഇത് സ്റ്റാർട്ടിങ് ആയിരുന്നു. ഇത് ബാംഗ്ലൂരും കോയമ്പത്തൂരും പോലും വന്നിട്ടില്ല. കേരളത്തിലാണ് ആദ്യം വന്നത്. അപ്പൊ ബോംബെന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ ഏതാണ്ട് സ്റ്റാർട്ടിങ് ടൈം ആയിരുന്നു ജ്വല്ലറി മേക്കിങ്ങിന്റെ. അപ്പൊ ഞാനിവിടെ കേരളത്തിൽ വന്ന സമയത്ത് ഇത് കോയമ്പത്തൂര് എന്നൊക്കെ ആൾക്കാർ ഇവിടെ ഒന്ന് പഠിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. അവിടെ ഒന്നും ഇത് വന്നിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് അത് അങ്ങനെ പുറകിലായി പോയിന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മള് പുറകിലൊന്നും അല്ല, വലിയ അല്ല അങ്ങനെ വലിയ വെച്ചിട്ടുണ്ടെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാം തന്നെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ല. ഇപ്പൊ കൂടുതൽ അംഗീകരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഓ തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വീട്ടമ്മമാരിപ്പോ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ടും ഒക്കെ വെറുതെ ഇരിക്കുന്ന ഒരുപാട് പേര് ഇതിലേക്ക് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരി പേര് ഇറങ്ങിയിട്ടുണ്ട്. കാരണം പണ്ട് പറയുമ്പോ കുറെ പണി ഉണ്ടാവും, കിച്ചണിൽ ഒത്തിരി പണി ഉണ്ടാവും. ഇപ്പൊ നമുക്ക് അത്രയൊന്നും ഇല്ല. കുറെ നമുക്ക് സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ച് കിച്ചണിലെ പണിയെല്ലാം കുറെ വ്യത്യാസം വന്നപ്പോ രാവിലെ തന്നെ പണിയെല്ലാം തീർന്ന് വെറുതെ ഇരിക്കുകയാണ്. ശരിക്കും പണ്ട് തയ്യൽ പഠിക്കും. അപ്പൊ തയ്യൽ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ലേഡീസിന്, വേറെ ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ അത് കുറെ മാറി. ഇഷ്ടം പോലെ സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ വെറുതെ ഇരിക്കുമ്പോൾ ബൊട്ടീക്ക് തന്നെ ആണെങ്കിലും ഇടുന്നത് ഇഷ്ടം പോലെ ഇടുന്നുണ്ട്. ബൊട്ടിക്കിലാണെങ്കിലും ഇടുമ്പോഴും നമ്മൾ തനിയെ ഡിസൈൻ ചെയ്ത് ഇടണം എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. നമ്മൾ ബൊട്ടിക്ക് തുടങ്ങിയാൽ തന്നെ നമുക്ക് തനിയെ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഡിസൈനർ ഡ്രസ്സസ് കിട്ടുന്നത് ഒത്തിരി വ്യത്യാസമല്ലേ ഷോപ്പുകൾ വരുമ്പോഴേ. അപ്പൊ അത് നമ്മളുടെ അടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ അതിനുള്ളതും കൂടി റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഡ്രസ്സിൽ നമ്മൾ ഫാബ്രിക് പെയിന്റിങ്ങും പഠിപ്പിക്കുന്നുണ്ട്, സ്റ്റിച്ചിങ് ഉണ്ട്, ഹാൻഡ് വർക്ക് ഉണ്ട്, പിന്നെന്താ വാർലി, അത് ഇത് ഇങ്ങനെ കുറെ സംഭവങ്ങൾ എന്തായാലും ലേറ്റസ്റ്റ് ഇറങ്ങണമെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് അവർക്ക് അത് ഡിസൈൻ ചെയ്യാനുള്ള കഴിവും കിട്ടുന്നുണ്ട്. ഇപ്പൊ സാരിയിൽ അല്ലെങ്കിൽ മ്യൂറൽ ചെയ്യുന്നതും അല്ലെങ്കിൽ കുർത്തയിൽ എവിടെ നമ്മളത് ഡിസൈൻ ചെയ്യും, അങ്ങനെ ഇങ്ങനെ അതെല്ലാം അത്യാവശ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബോട്ടിക്കുകൾ ഇപ്പൊ കൊച്ചിയില് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ഫാബ്രിക് പെയിന്റിങ്സ് ഒരുപാട് ചിലപ്പോ പഠിക്കാൻ ഒത്തിരി വരുന്നുണ്ട്. അത് ആദ്യം തുടങ്ങിയ വരുന്നുണ്ടായിരുന്നു ഫാബ്രിക് പെയിന്റിങ്ങിന് പഠിക്കാനായിട്ട്. ഒത്തിരി പേര് വരുന്നുണ്ട്. ഫാബ്രിക് ആണോ കൂടുതൽ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോ ഇന്റീരിയർ ഡിസൈനിങ് ഒത്തിരി ഇതുള്ള കാലാണ് ഇപ്പൊ. നന്നായിട്ട് എല്ലാരും നോക്കണ്ട്. ഇപ്പൊ ഒരു വീട് വെക്കണമെങ്കിൽ ആദ്യം തന്നെ അതിന്റെ ഇന്റീരിയർ. അതെ അതെ അതെ, ശരിയാ. അപ്പൊ മിക്കവാറും ആ ഒരു ഇതിലേക്ക് വീടുകളിൽ നമ്മൾ തനിയെ ചെയ്തു വെക്കാനുള്ള ട്രെൻഡ് കാണുന്നുണ്ട്. മിക്കവാറും എൻ്റെ അടുത്ത് പഠിച്ചിട്ട് അത് സ്വന്തം വീട്ടിൽ തന്നെ വീട് വെക്കുമ്പോഴേ ഡിസൈൻ ചെയ്ത് ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. ഇന്ന പെയിന്റിങ് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ അത് അങ്ങനെ നമ്മള് അങ്ങനെയാണല്ലോ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന, അങ്ങനെയാണല്ലോ. ഒരു എവിടെ സ്റ്റെയർ കേസിന്റെ അവിടെ ഇന്ന പെയിന്റിങ് ഇത്ര സൈസ്, പോട്ട് ഇത്ര സൈസിലുള്ളത് ഇന്ന, അങ്ങനെ വരുമ്പോ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എല്ലാവരും ഇപ്പൊ വീട്ടമ്മമാരാണേലും ഒക്കെ ഭയങ്കരമായിട്ട് ഇംപ്രൂവ്ഡ് ആയിട്ട് കുറെ ഐഡിയാസ് ഉണ്ട്, ഒത്തിരി ഉണ്ട്. നമുക്കും കിട്ടും കുറെ ഐഡിയാസ്. അവര് ഇഷ്ടംപോലെ കിട്ടും. ടീച്ചർ എന്നുള്ള ഇതല്ലാതെ സ്റ്റുഡൻസും പിന്നെ നല്ല ഐഡിയാസ് ഒക്കെ ശരിക്കും എന്നുവെച്ചാൽ നമ്മളിപ്പോ പഠിപ്പിക്കുന്ന ഓക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മളെക്കാളും നല്ല ഐഡിയാസ് ഉള്ള ഒത്തിരി പേരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന കുട്ടികള്. അപ്പൊ അവർക്കെന്നൊക്കെ പറഞ്ഞ പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവര് പഠിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഐഡിയാസ് കിട്ടും ഒത്തിരി. ഫാമിലിയെ പറ്റി ഒന്ന് പറയും. ഫാമിലി, ഹസ്ബൻഡ് അക്കൗണ്ട് ആൻഡ് ജനറൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ 2 കുട്ടികളാണ്. മോൻ ഇപ്പൊ ഡിഗ്രി ഫൈനൽ ഇയർ ആയി. മോള് 11th. ഞങ്ങള് ഫാമിലി 4 പേര് മാത്രമാണ്. കല്ലൂരാണ്. വീട്ടിൽ തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ. അപ്പൊ എന്തായാലും ഇപ്പൊ എല്ലാം പഠിപ്പിക്കലിന്റെയും ഒക്കെ തിരക്കില് ശുഭരാത്രിയിൽ വന്ന ഇന്നത്തെ എപ്പിസോഡില് ഞങ്ങളോടൊപ്പം അനുഭവങ്ങൾ ഷെയർ ചെയ്തതിൽ വളരെയധികം സന്തോഷം. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ കുറച്ച് ക്ഷമയും ഒരു കഴിവും ചെറിയൊരു കഴിവൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വെറുതെ കളയുന്ന സമയം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുറച്ചൊന്നുമല്ല, വളരെയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതൊരു ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമായിട്ട് തന്നെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുമ്പോൾ എല്ലാവരും നന്നായിട്ട് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആരും അതിന് മടി വിചാരിക്കണം, എനിക്ക് കഴിവില്ല, ചെയ്യാൻ പറ്റില്ല എന്ന് ആരും വിചാരിക്കണ്ട. ഒത്തിരി നല്ല കാര്യമാണ്. എന്തെങ്കിലും സാഹചര്യം കിട്ടിയാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ എന്തിനാ ടിവിയിൽ തന്നെ വരുന്ന ഒത്തിരി ഷോയില് ചെയ്ത് കാണിക്കുന്നത് തന്നെ കണ്ട് ചെയ്താൽ മതി. ഇപ്പൊ ഒരിടത്തും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയി പഠിക്കണം എന്നൊന്നുമില്ല.
ചെയ്ത് നോക്കാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതെ, അപ്പോൾ റീൻ ചേച്ചി പറഞ്ഞ പോലെ ഒരു സമയം പോലും നമ്മൾ വെറുതെ പാഴാക്കി കളയാതെ, പ്രത്യേകിച്ച് വീട്ടമ്മമാർ വെറുതെ മടി പിടിച്ച് വീട്ടിലിരിക്കാതെ, ചേച്ചി പറഞ്ഞ പോലെ ഇപ്പോൾ ചാനൽ ഷോസിലാണേലും ഇതുപോലുള്ള ഒരുപാട് പരിപാടികൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഭാവിയിലേക്കൊരു ബിസിനസ് ിലേക്കൊക്കെ നമുക്ക് ഇറങ്ങാം. അപ്പോൾ ആരും സമയം വെറുതെ പാഴാക്കാതിരിക്കുക. അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾ റീൻ ചേച്ചിയുടെ വിശേഷങ്ങൾ കേട്ട് കഴിഞ്ഞു. നാളെ വേറെ അതിഥിയുടെ വിശേഷവുമായി ഞാൻ വരും. ശുഭ്ര.